പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ തന്നെ തിരുനാമം ഇന്ന് ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ഒരുമിച്ച് കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കുവാൻ, ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ കാതുകൾ കുറിപ്പിച്ചിരിക്കുന്ന എല്ലാവർക്കും വേഗം തന്നെ യേശു കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം ചൊല്ലുകയും, ഒപ്പം ഇന്ന് ഈ പ്രഭാതത്തിൽ ഇന്നലെ ഭൂമിയിൽ പാർത്തിരുന്ന അനേകർക്ക് ലഭിക്കാതെ പോയപ്പോൾ ഈ വചന കേൾവിക്കായി, ഈ സന്ദേശം കേൾക്കുവാൻ ദൈവം നമ്മളെ ജീവനോടെ ആരോഗ്യത്തോടെ ആയുസ് തന്ന് ഭൂമിയിൽ വേണ്ടതെല്ലാം, ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം നൽകി തന്ന് നടത്തുന്ന ദൈവകൃപയ്ക്കായി കർത്താവിനോട് നന്ദിയും സ്നേഹവും അർപ്പിച്ചുകൊണ്ട് ഈ പ്രഭാതം സ്നേഹത്തോടെ കർത്താവിൻ്റെ കൃപയോർത്ത് ഇന്ന് പ്രഭാതം നമുക്ക് പ്രാർത്ഥനയോടുകൂടി ദൈവവചന ധ്യാനത്തിനായി ദൈവവചനത്തിലേക്ക് ശ്രദ്ധയത്തിരിക്കാം. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 34-ാമത്തെ വാക്യം. ദിവസം പ്രതി എൻ്റെ പടിവാതിൽക്കൽ ജാഗരിച്ചും എൻ്റെ വാതിലുകൾ ദൃഷ്ടി ഉറപ്പിച്ചും കൊണ്ട് എൻ്റെ വാക്ക് കേട്ടനുസരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഇംഗ്ലീഷിൽ അത് ബ്ലെസ്സഡ് ഈസ് ദ മാൻ എന്നെഴുതിയിരിക്കുന്നത്. ബ്ലെസ്സഡ് ഈസ് ദ മാൻ. ഇവിടെ എഴുതിയിരിക്കുന്നത് ദിനം പ്രതി എൻ്റെ പടിവാതിൽക്കൽ ജാഗരിച്ചും എൻ്റെ വാതിലുകൾ ദൃഷ്ടി ഉറപ്പിച്ചും കൊണ്ട് എൻ്റെ വാക്ക് കേട്ടനുസരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഇത് 8-ാമത്തെ അധ്യായം തുടങ്ങുന്ന തന്നെ ജ്ഞാനവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ജ്ഞാനത്തിൻ്റെ മഹത്വമാണ് വെളിപ്പെടുന്നത്. ജ്ഞാനത്തിൻ്റെ നിത്യത്വം ഒരു തരത്തിൽ ഇത് ക്രിസ്തുവിന് സദൃശ്യമായിട്ട് കണക്കാക്കപ്പെട്ടിരിക്കുന്നു. ജ്ഞാനം എന്ന് പറയുന്നത് അത് ക്രിസ്തുവിന് സദൃശ്യമായിട്ട്. അപ്പം ഇവിടെ ദൈവത്തോടെ യഹോവയെ ദോഷത്തെ വെറുക്കുന്നുവെന്നും ജ്ഞാനത്തിൻ്റെ ദോഷത്തിൻ്റെയും ആ ക്ഷീണവും ഇതിനകത്ത് വിശദീകരിക്കുന്നു. അപ്പോൾ 8-ാമത്തെ അധ്യായം 34-ാമത്തെ വാക്യത്തിൽ എൻ്റെ എന്ന് എഴുതിയിരിക്കുന്നത് സർവശക്തനായ ദൈവത്തോട്, ജ്ഞാനത്തിൻ്റെ ഉറവിടമായ, സകല ജ്ഞാനത്തിൻ്റെയും സോഴ്സായ, എല്ലാറ്റിൻ്റെയും ഉറവിടമായ, സോഴ്സായ, സൃഷ്ടിതാവായ ദൈവത്തെങ്കിൽ ആശ്രയിക്കുന്നു. വചനം കേൾക്കുമ്പോൾ ദിനം പ്രതി എൻ്റെ പടിവാതിൽക്കൽ ജാഗരിച്ചും, ഇന്ന് ഈ എഴുന്നേൽക്കുമ്പം ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ കർത്താവിൻ്റെ പടിവാതിൽക്കലേക്ക് അടുത്ത് വന്ന് ജാഗ്രതയോടെ കേൾക്കുന്ന എൻ്റെ വാതിലിൽ ദൃഷ്ടി ഉറപ്പിച്ചുകൊണ്ട് ഈ വചന കേൾവിക്കായി ചെവി ചായ്ച്ച് ഹൃദയം സമർപ്പിച്ച് അതിനുവേണ്ടി കേൾവിക്കായി ജാഗരിച്ചു കൊണ്ടിരിക്കുന്ന നമ്മോട് പറയുന്ന വാക്കായിട്ടെടുത്താൽ ഇത് കേൾക്കുക മാത്രമല്ല, കേട്ടനുസരിക്കുന്ന ആ മനുഷ്യനെ കുറിച്ച് പറയുന്നു ഭാഗ്യവാൻ. ഹല്ലേലൂയ. ഒരുപാട് കാര്യങ്ങൾ സദൃശവാക്യത്തിൽ ഓർപ്പിക്കുന്നുണ്ട്. ഇത് ദോഷത്തെ അകറ്റിക്കളയുന്നതാണ്. ദൈവഭക്തി എന്ന് പറയുന്നത് ദോഷത്തെ അകറ്റിക്കളയും. യഹോഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. ദൈവഭക്തി എന്ന് പറയുന്നതാണ് ജ്ഞാനത്തിന്റെ തുടക്കം. ആ യഹോഭക്തി ജ്ഞാനമാണ്. ജ്ഞാനം അതേ ദോഷത്തെ അകറ്റിക്കളയും. ജ്ഞാനം ഭോഷന്റെ വഴിയിൽ നിന്ന് നമ്മളെ മാറ്റും. ജ്ഞാനം അതേ മറ്റ് മോശം സ്ത്രീകളുടെ അടുക്കൽ നിന്ന് ഒരു പുരുഷനെ മാറ്റിയെടുക്കുന്നു. ജ്ഞാനം ഭോഷന്മാരുടെ അടുക്കൽ നിന്ന് ഒരു മനുഷ്യനെ മാറ്റുന്നു. ജ്ഞാനം നേരായ വഴിയിൽ നടത്താൻ പ്രോത്സാഹിപ്പിക്കുന്നു. ജ്ഞാനം, അപ്പൊ ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ യഹോഭക്തി അല്ലെങ്കിൽ ദൈവത്തോടുള്ള ഭക്തി, ദൈവത്തോടുള്ള സ്നേഹം, ദൈവവചനത്തിനായി കാതുകൂർപ്പിക്കുന്നത്, ദൈവവചനത്തിനായി അത് 1-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അടുത്ത വാക്യമാണ്, അവൻ യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് ആ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ഈ വാക്യം രണ്ടും കൂടെ ചേർത്ത് വെച്ചാൽ ഈ യഹോവയുടെ ന്യായപ്രമാണം അല്ലെങ്കിൽ ദൈവത്തിന്റെ ന്യായപ്രമാണം, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പൊ യഹോവയുടെ ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ അതിന് ദൈവത്തോളം തന്നെ പ്രാധാന്യമുണ്ട്. യേശു കർത്താവിന് ദൈവത്തോളം തന്നെ പ്രാധാന്യമുണ്ട്. അപ്പൊ ഈ ന്യായപ്രമാണം കേൾക്കുക മാത്രമല്ല, കേട്ടനുസരിക്കുന്ന മനുഷ്യനെ കുറിച്ചാണ് ഭാഗ്യവാൻ എന്ന് പറയുന്നത്. അപ്പോൾ 1-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് ആ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ഇതോട് ചേർത്ത് പറയുമ്പോൾ ന്യായപ്രമാണം കേൾക്കുകയും ആ ന്യായപ്രമാണം ധ്യാനിക്കുകയും മെഡിറ്റേറ്റ് ചെയ്യുകയും, ഒന്നുകൂടി എടുത്തു പറഞ്ഞാൽ അതനുസരിച്ച് അതിനെ മനനം ചെയ്ത് അതനുസരിച്ച് അതിനെ ഫോളോ ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പൊ ആദ്യത്തെ വാക്യം തന്നെ പറയുന്നുണ്ട്, അവനെ കുറിച്ചാണ് പറയുന്നത്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴി നിൽക്കാതെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിലിരിക്കാതെ യഹോവയുടെ ന്യായപ്രമാണം സന്തോഷിച്ച് ആ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവനെ കുറിച്ച് പറയുന്നു, അവനാറ്റൊരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ദുഷ്ടന്മാർ അങ്ങനെയല്ല, അവർ കാറ്റുപാറ്റുന്ന വതിർ പോലെ അത്രേ. ഈ ദുഷ്ടനെ കുറിച്ച് പറയുന്നു, അവനെ മൂഢൻ എന്ന് പറയുന്നു.
മൂഢനും ജ്ഞാനിയുമായിട്ടൊരു വ്യത്യാസമുണ്ട്. മൂഢൻ എന്ന് പറഞ്ഞാൽ ദൈവമില്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. എന്നാൽ അത് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ ഇത് കാരണം ദൈവ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നോക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ ദൈവജനമേ, നമ്മൾ ഭൂമിയിലേക്ക് തമ്പുരാൻ നോക്കുമ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്ന, ദൈവവചനത്തെ അന്വേഷിക്കുന്ന, ദൈവവചനത്തെ ജാഗരൂകരായി അന്വേഷിക്കുകയും അതിനെ അനുസരിക്കാൻ തയ്യാറെടുക്കുകയും ചെയ്യുന്ന നിന്നെ നോക്കിയിട്ട് സ്വർഗം പറയും ബുദ്ധിമാൻ, ജ്ഞാനി. ഈ ജ്ഞാനമുള്ളവൻ തന്റെ വഴി സൂക്ഷിക്കുന്നു, ജ്ഞാനമുള്ളവൻ നിത്യത വരെ എത്തുന്നു. ജ്ഞാനം എന്ന് ചേർത്ത് യഹോഭക്തനെന്നോ യഹോഭക്തി എന്നോ അല്ലെങ്കിൽ യഹോവയുള്ള സ്നേഹമെന്നോ നമുക്ക് ചേർത്ത് വായിക്കാം. അല്ലെങ്കിൽ ദൈവത്തെ ഈ വാക്യത്തിലേക്ക് ഒന്ന് കടന്നു വരുമ്പം ഈ വചനം ഇങ്ങനെ പറയുന്നു, ദിവസം പ്രതി എന്റെ പടിവാതിക്കൽ ജാഗരിച്ചും. അത് ദൈവത്തിന്റെ പടിവാതിക്കൽ അല്ലെങ്കിൽ ന്യായപ്രമാണത്തിന്റെ പടിവാതിക്കൽ. ദൈവത്തോളം പ്രാധാന്യം ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന്, വേദപുസ്തകത്തിന്, ദൈവത്തിന്റെ വചനത്തിനുള്ളത് കൊണ്ട് ആ ദൈവവചനത്തെ ജാഗരിച്ചും ആ വചനം ജാഗരിച്ചും ആ വാതിലുകളിൽ ദൃഷ്ടി ഉറപ്പിച്ചും കണ്ണുറപ്പിച്ചും കൊണ്ട് അത് കേട്ട് അനുസരിക്കുന്ന മനുഷ്യനെ നിന്നെ നോക്കിയിട്ട് ദൈവം പറയുന്നു ഭാഗ്യവാൻ. കാരണം നീ വഴിതെറ്റി പോവുകയില്ല, നീ പ്രതിസന്ധിക്കകത്ത് തകർന്നു പോവുകയില്ല. ദൈവവചനം അനുസരിക്കുന്ന, ദൈവവചനം ഉള്ളിലായിരിക്കുന്ന നീ ഒരു പ്രതികൂലത്തിനടുത്ത് താളടിയായി പോകത്തില്ല, നീ കരിഞ്ഞു വാടി പോകത്തില്ല, നീ വളരുക തന്നെ ചെയ്യും, നീ മുന്നോട്ട് നടക്കും. തീ കാണുമ്പോൾ തീയുടെ ബലത്തെ കെടുത്തുന്നത് ദൈവത്തെ അതിന് മുകളിൽ കാണും. പെരുവെള്ളം കാണുമ്പോൾ പെരുവെള്ളത്തിന്റെ മീതെ നടന്ന് അതിനെ ശാന്തമാക്കുന്ന ദൈവത്തെ കാണും. കൊടുങ്കാറ്റ് വരുമ്പോൾ കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്ന ദൈവത്തെ നീ കാണും. അതാണ് ദൈവത്തെ മുറുകെ പിടിച്ചിരിക്കുന്ന ഒരു ഭക്തനായ മനുഷ്യൻ. അവനെ കുറിച്ച് വചനം പറയുന്നു ഭാഗ്യവാൻ. നിത്യതയിൽ എത്തുന്നവരെ കർത്താവിന്റെ കരം പിടിച്ചെത്തുന്ന ആ മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത് ഭാഗ്യവാൻ. ഹല്ലേലൂയ. ഇതുകൊണ്ട് ഈ വചനത്തിനകത്തേക്ക് നമുക്ക് തന്നെ ഒന്ന് അടുത്തു വരാം. ഭാഗ്യവാൻ എന്ന വാക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഒരുമിച്ച് പ്രാർത്ഥിക്കുക. സ്വർഗീയ പിതാവേ, ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിക്കുന്നു. അസാധാരണ സാന്നിധ്യം കൂടി നിറയ്ക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിക്കുന്നു. ദൈവകൃപ കർത്താവേ ജനത്തിന് മേൽ വ്യാപരിക്കുന്നതിനായി സ്തോത്രം. അങ്ങയുടെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് രാപ്പകൽ ന്യായപ്രമാണത്തെ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. കർത്താവ് ഇന്ന് കേട്ടതുപോലെ ദിവസം പ്രതി ആ പടിവാതിക്കൽ ജാഗരിച്ചും ആ വാതിലിൽ ദൃഷ്ടി ഉറപ്പിച്ചുകൊണ്ട് അത് കേട്ടനുസരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, പ്ലസ് അനുഗ്രഹിക്കപ്പെട്ടവനാകയാൽ നിത്യതയിൽ എത്തുന്നവരെ കർത്താവെ ഈ കേട്ട വചനത്തെ ധ്യാനിക്കുവാൻ അതുമായി ജാഗരിക്കുവാൻ ദൈവ ജനത്തെ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിയാൽ സ്തോത്രം. എല്ലാ മാനവമഹത്വം എടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.